എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ദോശ ഇഡലിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിച്ചമ്മന്തിയാണ്. നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഈ ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 350 ഗ്രാമോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 50ഓളം ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിരിക്കുന്ന ഉള്ളിയാണ് കേട്ടോ ഇതിനെ നമുക്കൊരു 2-3 ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഉള്ളി എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഒരു 3 ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊരു ചട്ടിയോ അല്ലെങ്കിൽ ഒരു പാനോ എടുക്കുക. ഈ ഒരു ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവരാണെങ്കിൽ അതിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കാം. പക്ഷേ എപ്പോഴും ടേസ്റ്റ് കൂടുതൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ്. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 പിരിയൻ മുളക് എടുത്തിട്ടുണ്ട്. ഇതൊരു 4 എണ്ണ ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് മുളക് ഇതുപോലെ ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ ഒരു ഓയിലിനകത്തൊന്നും എടുത്ത് മാറ്റിയേക്കാം. ഇനി ഈ ഒരു ഓയിലേക്ക് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഈ ഒരു ഉള്ളി ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഇതുപോലെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്താണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇവ രണ്ടും കൂടി ചേർത്തിട്ട് ഇനി നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഈ ഒരു ഉള്ളി നന്നായിട്ട് വഴണ്ടിയിട്ട് ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരുന്ന വരെ നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് ഉള്ളി ഇതുപോലെ ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരിവായി വരുന്ന വരെ നല്ല പോലെ തന്നെ നമ്മൾ ഉള്ളി ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 3.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. മുളക് പൊടി ചേർത്ത് നല്ല പോലെ തന്നെ ഇളക്കി മുളക് പൊടിയുടെ ഒരു കുത്തൽ മാറിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ വാളൻ പുളിയാണ്. ഞാനിപ്പോൾ ഇതൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഇവിടെ പുളി എടുത്തിട്ടുണ്ട്. പുളി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തീരെ ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടെ എടുത്തിട്ടുണ്ട്. ആ ഒരു മുളക് പൊടിയുടെ ഒരു കുത്തൽ മാറിയിട്ട് എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് മാത്രം ഒരു ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാണ്. നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു കാശ്മീരി മുളക് മിക്സിയുടെ ഈ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. മുളക് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് ഒരു ഉള്ളി എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഇതങ്ങ് അരഞ്ഞു പോവരുത്. ഒരു 2-3 തവണയായിട്ട് നമ്മളൊന്ന് കറക്കിയിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് കണ്ടില്ല, ഒരുപാടങ്ങ് അരഞ്ഞു പോകാതെ ഒരു 2-3 തവണയായിട്ട് കറക്കി ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉപ്പും പുളിയും എല്ലാം നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിതിൽ ആദ്യം ഉപ്പ് കുറച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലൊരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്വല്പം മാത്രം നാരങ്ങാനീരാണ്. ആ ഒരു നാരങ്ങയുടെ ഒരു ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു ചമ്മന്തിയുടെ പുളി നോക്കിയിട്ട് മാത്രം നമ്മൾ ഇതിലേക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഒരു സ്വല്പം നാരങ്ങാനീരും കൂടെ നമുക്കിതിലേക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഉള്ളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെയൊക്കെ ഒപ്പമാണെങ്കിൽ ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളിത് ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്കിത് ദോശ ഇഡ്ഡലിയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പലർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും. അറിയാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.